പാലസ്തീനിൽ പ്രവർത്തിക്കുന്ന 8 നോർവീജിയൻ നയതന്ത്രജ്ഞരുടെ നയതന്ത്ര അംഗീകാരം ഇസ്രായേൽ റദ്ദാക്കി. പാലസ്തീൻ രാഷ്ട്രപദവി അംഗീകരിച്ചതിലൂടെ നോർവേ സ്വീകരിച്ച ഇസ്രായേൽ വിരുദ്ധ നയങ്ങളാണ് കാരണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നോർവേ അംബാസഡറെ വിളിച്ചു വരുത്തിയാണ് ടെൽ അവീവിലുള്ള 8 പേരുടെ നയതന്ത്ര പദവി 7 ദിവസത്തിനകം റദ്ദാക്കുമെന്ന് അറിയിച്ചത്. 3 മാസത്തിനകം വിസയും റദ്ദാക്കും. 1995 മുതൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് ഇതോടെ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് നോർവേ വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിച്ചു. മെയ്യിലാണ് അയർലൻഡ്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പം നോർവേയും പാലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിച്ചത്. അതിനിടെ തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് മേഖലയിൽ നിന്ന് പാലസ്തീൻകാരോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടു. അതിനിടെ ഇറാനു മുൻപ് ഹിസ്ബുള്ള ഭീകരർ ഇസ്രായേലിനു നേർക്ക് വിപുലമായ ആക്രമണം അഴിച്ചുവിട്ടേക്കുമെന്ന് യുഎസിലെ CNN ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ലബനനിലുള്ള ഹിസ്ബുള്ളകൾ അതിവേഗമാണ് നീക്കങ്ങൾ നടത്തുന്നത്. വരും ദിവസങ്ങളിൽ ആക്രമണമുണ്ടായേക്കും. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിലും ഹിസ്ബുള്ള കമാൻഡർ ഫഹദ് ഷുക്കൂർ ബെയ്റൂട്ടിലും കൊല്ലപ്പെട്ടതിനു പ്രതികാരമായി ഇസ്രായേലിനു നേർക്ക് വൈകാതെ ആക്രമണമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിന് മുതിർന്നാൽ ലബനനിൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഏതു തരത്തിലുള്ള ആക്രമണം വേണമെന്നതിൽ ഇറാൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് CNN റിപ്പോർട്ട് പറയുന്നത്. ഇസ്രായേലിനു നേർക്ക് വിപുലമായ ആക്രമണം നടത്തുന്നതിൽ ഇറാൻ പുനർവിചിന്തനത്തിന് തയ്യാറായേക്കുമെന്ന് മറ്റു ചില റിപ്പോർട്ടുകളിലും പറയുന്നുണ്ട്.